ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മന്തിൻ്റെ റെസിപ്പി ആയാലോ. നല്ല ചിക്കൻ മന്തി നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിരുന്നത് കൂടി ഇട്ട് കൊടുക്കുക. ഒരു ടൊമാറ്റോ, ഒരു ചെറിയൊരു ടൊമാറ്റോ ചെറിയ പീസുകളായി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു ക്യാപ്സിക്കം ചെറുതാണെങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക, വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 ഏലക്കായ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 2 മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മന്തി മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, റെഡ് കളറ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സുർക്ക വിനീഗർ വെച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ 8 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വലിപ്പത്തിനനുസരിച്ച് നമുക്കിതിന് ചെറുതും വലുതും ഒക്കെ ആക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി മസാല പിടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മസാല മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ തലേന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും. നമുക്കത് പെട്ടെന്ന് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അത് ഉണ്ടാക്കാനും പറ്റും. അപ്പം നമുക്കിതുപോലെ അടച്ച് വെക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് 2 മണിക്കൂറിന് ശേഷം ചിക്കൻ എടുത്തിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെച്ച മൂടി തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെക്കുക. കാരണം വലിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് ഇത് കുറച്ചൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അപ്പോൾ നന്നായിട്ട് വേണ്ട ആവശ്യമില്ല, ഒരു പകുതി കുക്കാവുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കന് ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈ പാനിലേക്ക് ചിക്കൻ മാത്രം മാറ്റിയെടുത്തിട്ട് 2 സൈഡിൽ നിന്ന് കളർ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ട് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇത് ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഈ ചിക്കനെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെക്കുന്നൊരു പാത്രത്തിലേക്ക് അത് നന്നായിട്ട് നമ്മൾ റൈസ് വേവിക്കാൻ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മന്തി മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും 1 ടീസ്പൂണോളം നമുക്ക് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് നമ്മൾ 1 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള മന്തി റൈസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ റൈസ് ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിന് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് റൈസ് മാറ്റിയെടുക്കണം. ഇനി ഊറ്റി വെച്ചിട്ടുള്ള ഈ റൈസിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് കളർ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചാർക്കോൾ കത്തിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ചിരട്ട ഉണ്ടല്ലോ വീട്ടിലൊക്കെ നമ്മൾ തേങ്ങേൻ്റെ ചിരട്ട, അപ്പം ആ ചിരട്ട നമുക്കിതുപോലെ കത്തിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ടാവും.
അപ്പം നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.